എല്ലാവർക്കും സെന്റർ ഫോർ എഞ്ചിനീയറിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനാലിസിസ് ഓഫ് മൾട്ടി സ്റ്റോറേഡ് ഫ്രെയിംസ് ആണ്, അല്ലെങ്കിൽ KTUവിന്റെ മൊഡ്യൂൾ 1 ആണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം പേര് പോലെ തന്നെ അറിയാം, നമ്മൾ സ്ട്രക്ചറലി ഒരു മൾട്ടി സ്റ്റോറേഡ് ഫ്രെയിമിനെ അനലൈസ് ചെയ്യാൻ പോവുകയാണ്. അടുത്തതായി നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന അപ്രോക്സിമേറ്റ് മെത്തേഡ് ആണ്. ഈ ഒരു സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഈ മൾട്ടി സ്റ്റോറേഡ് ഫ്രെയിംസ് നമ്മൾ ഫുള്ളി ഡിസ്കസ് ചെയ്യുന്നത് അപ്രോക്സിമേറ്റ് മെത്തേഡ് ഉപയോഗിച്ചാണ്. അപ്രോക്സിമേറ്റ് മെത്തേഡിൽ വെർട്ടിക്കൽ ലോഡ്സിന്റെ കാൽക്കുലേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡ് അല്ലെങ്കിൽ 2 സൈക്കിൾ മെത്തേഡ്. അതാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാമതായിട്ടുള്ളത് ഹൊറിസോണ്ടൽ ലോഡ്സിന്റെ കാൽക്കുലേഷൻ ആണ്. അതിൽ വരുന്നത് 3 മെത്തേഡാണ്: പോർട്ടൽ മെത്തേഡ്, കാന്റിലിവർ മെത്തേഡ് ആൻഡ് ഫാക്ടർ മെത്തേഡ്. ഇത് ഈ വീഡിയോയിലില്ല, ഇനി വരുന്ന വീഡിയോയിലായിരിക്കും ഈ 3 മെത്തേഡും ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് മൾട്ടി സ്റ്റോറേഡ് ഫ്രെയിംസ് എന്നാണ്. ഈ ഒരു ഫിഗറിൽ കാണുന്നതാണ് ഒരു ടിപ്പിക്കൽ മൾട്ടി സ്റ്റോറേഡ് ഫ്രെയിംസിന്റെ എക്സാമ്പിൾ. എന്ന് പറഞ്ഞാൽ ഇതിന്റെ നമ്പർ ഓഫ് ഫ്ലോർസ് മോർ ദാൻ 1 ആയിരിക്കും. ഇതിന് ഹൈ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി ഉണ്ടാവും. ആ ഹൈ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി കൊണ്ട് തന്നെ ഇതിന്റെ ഡീറ്റെയിൽഡ് അനലൈസ് വളരെ ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ട് ഡീറ്റെയിൽ അനലൈസിന് മുമ്പ് നമ്മൾ ഒരു അപ്രോക്സിമേറ്റ് അനലൈസ് ഇതിന് ചെയ്യാറുണ്ട്. അടുത്തതായി ഈ ഒരു അനലൈസിൽ അപ്രോക്സിമേറ്റ് അനലൈസിൽ വരുന്ന ലോഡ് കാൽക്കുലേഷൻ രണ്ടെണ്ണമാണ്. ആദ്യം വരുന്നത് ഡെഡ് ലോഡിന്റെ കാൽക്കുലേഷനും രണ്ടാമത് വരുന്നത് ലൈവ് ലോഡിന്റെ കാൽക്കുലേഷനും. അടുത്തതായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിട്ടിക്കൽ ലൈവ് ലോഡ് പൊസിഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതൊരു ടിപ്പിക്കൽ മൾട്ടി സ്റ്റോറേഡ് ഫ്രെയിം ആണ്. ഈ മൾട്ടി സ്റ്റോറേഡ് ഫ്രെയിമിന്റെ സെന്റർ പോർഷൻ ആണ് CD. അതിന്റെ X എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഈ ഒരു സെക്ഷനിൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ്, മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് കിട്ടണമെങ്കിൽ ഇതിന്റെ ലൈവ് ലോഡ്സിന്റെ അറേഞ്ച്മെന്റ് ഇതുപോലെ ആയിരിക്കണം. നമുക്കറിയാം എല്ലായിടത്തും ഡെഡ് ലോഡ് ഉണ്ടാവും, പക്ഷേ ലൈവ് ലോഡ്സിന്റെ അറേഞ്ച്മെന്റ് ഇങ്ങനെ ആയാൽ മാത്രമേ മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് കിട്ടത്തുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അൾട്ടർനേറ്റീവ് ഫ്രെയിംസിൽ നമുക്ക് എന്ത് വേണം? അൾട്ടർനേറ്റീവ് സ്പാൻസിൽ നമുക്ക് എന്ത് വേണം? ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് വേണം. അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സ്പാനിൽ EFലും ABയിലും ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ആയിരിക്കണം. സെന്ററിൽ മാക്സിമം കിട്ടേണ്ട സെൻട്രലിലും ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ആയിരിക്കണം. അതിന്റെ അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള 2 പോർഷനിലും ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ആയിരിക്കണം. അഡ്ജസന്റ് ആയിട്ടുള്ള 2 പോർഷനിൽ ഡെഡ് ലോഡ് മാത്രമേ. എന്ന് പറഞ്ഞാൽ സിംപ്ലി ഇതുപോലെ ഇരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് കിട്ടത്തുള്ളൂ സെന്ററിൽ. ഇനി മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് എങ്ങനെ കിട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലൈവ് ലോഡ്സിന്റെ അറേഞ്ച്മെന്റ് ഇതുപോലെ ഇരിക്കണം. നമുക്ക് മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് Xൽ കിട്ടണമെങ്കിൽ ലൈവ് ലോഡ്സ് അഡ്ജസൻസ്, അതിന്റെ നമുക്ക് ഏതിനാണോ മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് വേണ്ടത് അതിന്റെ അഡ്ജസന്റ് പോർഷനിൽ നമ്മൾ എന്ത് കിട്ടണം? ലൈവ് ലോഡ്സ് ഇൻഡ്യൂസ് ചെയ്ത് കൊടുക്കണം. ബാക്കി എല്ലാത്തിനും ഡെഡ് ലോഡ് കാണും, അതിന്റെ അഡ്ജസന്റ് പോർഷനിൽ ലൈവ് ലോഡ് ഇൻഡ്യൂസ് ചെയ്ത് കൊടുക്കണം. നമുക്ക് വായിക്കാം: മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് അറ്റ് X, ദ ലൈവ് ലോഡ് ഷുഡ് ബി പ്ലേസ്ഡ് ഓൺ ദ സ്പാൻ അഡ്ജസന്റ് ടു ദ സ്പാൻ. ഇതിന്റെ അഡ്ജസന്റ് ആയിട്ടുള്ള BCയിലും DEയിലും നമ്മൾ ലൈവ് ലോഡും കൂടെ ഇൻഡ്യൂസ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇവിടെ മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇത്രയൊക്കെയാണ് ഇതിന്റെ തിയറി പോർഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 2 പ്രോബ്ലംസും കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഈ 2 പ്രോബ്ലംസ് 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ആണ്. ഞാൻ 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് എടുക്കാൻ കാര്യം ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഈ ടോപ്പിക്കിൽ നിന്ന് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചാൽ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ചാൻസ് ഉള്ളത്. അപ്പം നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്: ഇൻ എ മൾട്ടി സ്റ്റോറേഡ് ഫ്രെയിം ഷോൺ ഇൻ ഫിഗർ ബിലോ ആർ സ്പേസ്ഡ് അറ്റ് 4 meter intervals. Dead load from the slab is 3 kN per meter square and live load on the slab is 5 kN per meter square. Analyze the beam BC for midspan positively. Self weight of the beam may be ignored. Use 2 cycle method. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ അടിയിൽ തന്നെ ഒരു മൾട്ടി സ്റ്റോറേഡ് ഫ്രെയിം തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ ഫിഗർ തന്നിട്ടുണ്ട്. ഫിഗറിൽ അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 4 meter, അതിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 6 meter സ്പേസിങ്. എല്ലാത്തിനും ഓരോ കോളം കഴിഞ്ഞപ്പോൾ 6 meter സ്പേസിങ് ഉണ്ട്. ഇതിന്റെ സെൽഫ് വെയിറ്റ് ഇഗ്നോർഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പർട്ടിക്കുലർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, സെൽഫ് വെയിറ്റ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ. പിന്നെ മിഡ് സ്പാൻ പോസിറ്റീവ്ലി, ഈ BC എന്ന് പറയുന്ന മിഡ് സ്പാൻ പോസിറ്റീവ്ലി അനലൈസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിന്റെ മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് ആണ്. ഈ BCയുടെ മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് ആണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്പേസ്ഡ്, ഈ മൾട്ടി സ്റ്റോറേഡ് ഫ്രെയിം സ്പേസ് ചെയ്തിരിക്കുന്നത് 4 meter ഇന്റർവെൽസ് ആണ്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഡെഡ് ലോഡ്സ് ഫ്രം ദ സ്ലാബ് ഈസ് 3 kN per meter square. ഡെഡ് ലോഡ് എന്ന് പറഞ്ഞാൽ 3 kN, ലൈവ് ലോഡ് ഓൺ ദ സ്ലാബ് എന്ന് പറഞ്ഞാൽ 5 kN per meter square. ഇതിന്റെ ഡെഡ് ലോഡ്, ഈ സ്ലാബിന്റെ ഡെഡ് ലോഡ് 3 kN per meter square, ലൈവ് ലോഡ് എന്ന് പറഞ്ഞാൽ 5 kN per meter square. അപ്പോൾ നമുക്ക് മീറ്റർ സ്ക്വയറിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡെഡ് ലോഡ് ഈ 3 kN per meter square ഈ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ ഡെഡ് ലോഡ് 12 kN per meter എന്ന് നമുക്ക് കിട്ടും. അത് നമുക്ക് പ്രോബ്ലത്തിലേക്ക് ഡെഡ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇങ്ങനെ ഒരു ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം ആണ് വരയ്ക്കേണ്ടത്. സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് അനലൈസ് ചെയ്യേണ്ട ഏതൊരു പോർഷൻ ആണോ അല്ലെങ്കിൽ ഏതൊരു സ്റ്റോറി ആണോ നമുക്ക് അനലൈസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോർ ആയിരിക്കും നമുക്ക് അനലൈസ് ചെയ്യാനുള്ളത്. ആ ഫ്ലോറിന്റെ താഴെയും മുകളിലും നമ്മൾ ഫിക്സഡ് സപ്പോർട്ടായിട്ട് അനലൈസ് ചെയ്യും. അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡ്. ഇതുപോലെ ഇനി എല്ലായിടത്തും ഐ ആണ് തന്നിട്ടുള്ളത്. ഐ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തും ഐ കൊടുക്കാം. ചിലപ്പം എല്ലായിടത്തും കെ കൊടുത്തേക്കും, അല്ലെങ്കിൽ ഐ എല്ലായിടത്തും ഡിഫറെൻ്റ് ആയിരിക്കും. അത് വെച്ച് നമുക്ക് ഓരോന്നും ഓരോ ടൈപ്പാണ്. ഇപ്പം ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തും ഐ കൊടുക്കാൻ പറ്റും. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എല്ലായിടത്തും ഐ കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ട ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഞാൻ നേരത്തെ വരച്ച ഫിഗർ സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡ് വെച്ചാണ് ഇനി നമ്മൾ അങ്ങോട്ട് അനലൈസ് ചെയ്യാൻ പോകുന്നത്. അടുത്തായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് വരയ്ക്കേണ്ടതുണ്ട്. ജോയിൻസ്, മെമ്പേഴ്സ്, കെ, സിഗ്മ കെ, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആണ് DF എന്ന് ഉദ്ദേശിക്കുന്നത്, K/σk. ഓക്കെ, ജോയിൻസ്. ഈ ഒരു ഫ്രെയിമിൽ എത്ര ജോയിൻസ് ഉണ്ടോ നമുക്ക് മനസ്സിലാകും. നമുക്ക് അനലൈസ് ചെയ്യാനുള്ള ഫ്ലോർ ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ആ ഫ്ലോർ മാത്രമേ നമ്മൾ എടുക്കാവൂ. ആ ഫ്ലോറിൽ എത്രയൊക്കെ ജോയിൻസ് ഉണ്ട് നമുക്ക് അനലൈസ് ചെയ്യാനുള്ള BC ആണ്. അപ്പോൾ AD എന്ന് പറയുന്ന ആ ഒരു ഫ്ലോർ ഞാൻ എടുത്തു. അപ്പം BC എന്ന് പറയുന്ന ബീമാണ് നമുക്ക് അനലൈസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള A മുതൽ D വരെ എത്ര ജോയിൻസ് ഉണ്ടെന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. A എന്ന് പറയുന്ന ഒരു ജോയിന്റ് ഉണ്ട്, B എന്ന് പറയുന്ന ഒരു ജോയിന്റ് ഉണ്ട്, C എന്ന് പറയുന്ന ഒരു ജോയിന്റ് ഉണ്ട്, ആൻഡ് D എന്ന് പറയുന്ന ഒരു ജോയിന്റ് ഉണ്ട്. ഇനി എയിൽ വരുന്ന മെമ്പർ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. AI, AE, AB. ഈ 3 മെമ്പേഴ്സ് ആണ് എയിൽ വരുന്നത്. അതേപോലെ ബിയിൽ വരുന്ന മെമ്പേഴ്സ് BA, BJ, BC ആൻഡ് BF. ഇനി സിയിൽ വരുന്ന മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ CB, CK, CD ആൻഡ് CG. അതേപോലെ ഡിയിൽ വരുന്ന മെമ്പേഴ്സ് ആണ് DC, DL, DH. വേറെ മെമ്പേഴ്സ് ഒന്നുമില്ല. അപ്പം ഇത്രയും മെമ്പേഴ്സ് ആണ് വരുന്നത്. ഇനി K എന്ന് പറഞ്ഞാൽ K എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K ഈസ് ഈക്വൽ ടു I by length of that member ആണ്. K ഈസ് ഈക്വൽ ടു I by length of that member. ഫോർ എക്സാമ്പിൾ നമ്മൾ AI എടുക്കുകയാണെങ്കിൽ അതിന്റെ K എന്ന് പറഞ്ഞാൽ I/4 ആണ്. അപ്പോൾ AI എന്ന് പറയുന്ന ഫ്രെയിം ഇതാണ് മെമ്പർ ഇതാണ്. AI എന്ന് പറയുന്ന മെമ്പർ ഇതാണ്. അതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 4 മീറ്റർ ആണ്. I തന്നെയാണ്. Kയുടെ ഇക്വേഷൻ K ഈസ് ഈക്വൽ ടു I/L എന്നാണ്. അപ്പൊ I ഇത് ബൈ ലെങ്ത് 4 മീറ്റർ. അതേപോലെ AE നമുക്ക് ചെക്ക് ചെയ്യാം. AE എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്രെയിം ആണ് AE എന്ന് പറയുന്നത്. ഈ AE എന്ന് പറയുന്ന ഈ ഒരു മെമ്പറിലെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 4 മീറ്റർ ആണ്. അതും I/4 തന്നെ വരും. ഇനി AB നമുക്ക് ചെക്ക് ചെയ്യാം. AB എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പാൻ ആണ്. ഈ ഒരു സ്പാനിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 6 മീറ്റർ ആണ്. അതിന്റെ K I/L ആണ്. സോ I/6 ആണ് വരേണ്ടത്. നമുക്ക് നോക്കാം I/6. ഇങ്ങനെ നമ്മൾ എല്ലാത്തിന്റെയും നമ്മൾ കണ്ടുപിടിക്കണം. ഇതാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സിഗ്മ K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാം കൂടെ കൂട്ടണം. ഈ AI പ്ലസ് AE പ്ലസ് ABയുടെ K വാല്യൂസ് എല്ലാം കൂടെ കൂട്ടി എഴുതണം. ദാറ്റ് ഈസ് 0.6671 I. ഇത് കൂട്ടാൻ നേരത്ത് 0.8331 I. ഇനി ഇത് കൂട്ടാൻ നേരത്ത് 0.8331 I. ഇത് കൂട്ടാൻ നേരത്ത് 0.667 I. അടുത്തത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആണ് DF. നമ്മളതിൽ K ഉണ്ട്, സിഗ്മ K ഉണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഈസ് ഈക്വൽ ടു K ഡിവൈഡ് ബൈ സിഗ്മ K. അപ്പം ഫസ്റ്റ് AIയുടെ കണ്ടുപിടിക്കാം. AIയുടെ എന്ന് പറഞ്ഞാൽ K എന്ന് പറഞ്ഞാൽ I/4 ആണ്. ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 0.667 I. അപ്പം ബോത്ത് ഐസ് ക്യാൻസൽ ആയി പോകും. അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 0.375 ആണ്. അതേപോലെ AEയുടെ നോക്കാം. AEയുടെ K എന്ന് പറഞ്ഞാൽ I/4 തന്നെയാണ്. അതിന്റെ സിഗ്മ K 0.6671. K ഡിവൈഡഡ് ബൈ സിഗ്മ K ചെയ്യാൻ നേരത്ത് നമുക്ക് 0.371. ഇനി അടുത്ത AB നോക്കാം. ABയുടെ K വാല്യൂ I/6 ആണ്. അതിന്റെ സിഗ്മ K 0.6671 തന്നെയാണ്. K ഡിവൈഡഡ് ബൈ സിഗ്മ K ചെയ്യാൻ നേരത്ത് നമുക്ക് 0.25 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. അപ്പോൾ എല്ലാത്തിന്റെയും ഇതേപോലെ ചെയ്യാൻ നേരത്ത് ഓരോ വാല്യൂസ് കിട്ടും. അതെല്ലാം കൂടെ ഞാൻ ഇപ്പോൾ പറയുന്നില്ല, എല്ലാം എഴുതുന്നു. അപ്പം എല്ലാം നമുക്ക് വാല്യൂസ് കിട്ടി. എല്ലാം ഇതേപോലെ DFന്റെ വാല്യൂസ് നമുക്ക് കിട്ടി. എല്ലാ മെമ്പർ Kയും സിഗ്മ Kയും DFന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. അടുത്തതായിട്ട് നമുക്ക് ലോഡ് കാൽക്കുലേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ലൈവ് ലോഡാണ്. ആദ്യം ലൈവ് ലോഡ് പെർ മീറ്റർ സ്ക്വയർ ഓഫ് ദ ഫ്ലോർ ഈസ് ഈക്വൽ ടു 5 kN/m² ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ലൈവ് ലോഡ് പെർ മീറ്റർ ഓഫ് ദ ഫ്ലോർ ആണ്. അത് ഈസ് ഈക്വൽ ടു 5 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 kN/m. ഈ 4 എവിടെ നിന്ന് വന്നെന്ന് വെച്ചാൽ ഈ 4 ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സ്പേസിംഗ് ആണ്. ആ ഫ്രെയിമിന്റെ സ്പേസിംഗ് ആണ് 4 എന്ന് പറഞ്ഞത്. അല്ലാതെ ഇവിടെ തന്നിരിക്കുന്ന 4ഓ ഇവിടെ തന്നിരിക്കുന്ന 6ഓ എന്നല്ല. തന്നിരിക്കുന്ന സ്പേസിംഗ് ആണ്. ഈ ഫ്രെയിമിനെ സ്പേസ് ചെയ്തിരിക്കുന്ന
ആ സ്പേസിങ്ങിനെയാണ് 4 എന്ന് പറഞ്ഞത്. അപ്പോൾ ലോഡ് ഈ നമുക്ക് തന്നിരിക്കുന്ന മീറ്റർ സ്ക്വയർ ഓഫ് ഫ്ലോർ ആണ് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് മീറ്റർ ഓഫ് ദ ഫ്ലോർ കണ്ടുപിടിക്കാൻ വേണ്ടി ആ ലോഡ് ഇൻറ്റു ആ സ്പേസിങ് കിട്ടാൻ നേരത്ത് നമുക്ക് 20 kN/m നമുക്ക് കിട്ടും. ഇനി അടുത്ത നമുക്ക് ഡെഡ് ലോഡാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡെഡ് ലോഡും സെയിം പോലെ തന്നെ, പക്ഷേ ഡെഡ് ലോഡ് നമുക്ക് സെൽഫ് വെയിറ്റ് ഇവിടെ ഇല്ല. ഡെഡ് ലോഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് 3 kN/m² ഫ്ലോറിന്റെ ഡെഡ് ലോഡാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റു ആ സ്പേസിങ് ഫ്രെയിമിന്റെ അല്ലെങ്കിൽ ആ മൾട്ടി സ്റ്റോറേഡ് ഫ്രെയിമിന്റെ സ്പേസിങ് 4 ആണ്. ആ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്ത് നമുക്ക് 12 kN. എല്ലാത്തിൻ്റെയും 4 ആണ്, അതുകൊണ്ട് എല്ലാം ഒരേ ആൻസർ കിട്ടും. ഓരോ ബീം സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞിട്ടില്ല, എല്ലാം കൂടെ 3 kN/m² ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. സ്പേസിങ്ങും അതേപോലെ എല്ലാം കൂടെ 4 ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് വേരിയേഷൻ ഒന്നും വരത്തില്ല, എല്ലാം സെയിം ആയിട്ട് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് ആണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഫിക്സഡ് എൻഡ് മൊമെന്റ്സ്. അടുത്ത ഒരു പ്രൊസീജിയർ ആയിട്ട് പോകാൻ നേരത്ത് നമുക്ക് ഇത് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ഇതിൽ വേണ്ടത് സ്പാൻ, ഡെഡ് ലോഡ് ഫിക്സഡ് എൻഡ് മൊമെന്റ്, ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ഫിക്സഡ് എൻഡ് മൊമെന്റ്. നമുക്ക് നോക്കി അറിയാം മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ലൈവ് ലോഡ് ഇൻഡ്യൂസ് ചെയ്ത് സെന്റർ പോർഷനിൽ മാത്രമാണ്, രണ്ടിടത്തും ഡെഡ് ലോഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ലൈവ് ലോഡ് പ്ലസ് ഡെഡ് ലോഡ് അല്ലെങ്കിൽ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് വരുന്നത് BC എന്ന് പറയുന്ന സ്പാനിലോട്ട് മാത്രമായിരിക്കും. നമുക്ക് 3 സ്പാൻ ഉണ്ട്, AB, BC, CD. ഈ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ഫിക്സഡ് എൻഡ് മൊമെന്റ് നമുക്ക് കിട്ടുന്നത് BCയിൽ മാത്രമായിരിക്കും. അപ്പം ഡെഡ് ലോഡ് നമുക്ക് എല്ലാത്തിലും കിട്ടും, ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് കിട്ടേണ്ടത് BCയിൽ മാത്രമായിരിക്കും. അതിന്റെ ഇക്വേഷൻ WL²/12 നമുക്കറിയാം. ഇനി ഇവിടെ എടുക്കേണ്ട L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മീറ്റർ ആണ്. ഇവിടെ എടുക്കേണ്ട ലെങ്ത് ആണ് 6 മീറ്റർ. അതിന്റെ സ്പേസിങ് 6 മീറ്റർ. ഇവിടെയാണ് BC ആവുമ്പോൾ 6 മീറ്റർ, CD ആവുമ്പോൾ ഇവിടെയും 6 മീറ്റർ ആണ് എടുക്കുന്നത്. അപ്പോൾ W നമുക്ക് അറിയാം, W എത്രയാ 12 തന്നിട്ടുണ്ട്, ഇൻറ്റു 6²/12 ദാറ്റ് ഈസ് ഈക്വൽ 36 ആണെന്ന് കിട്ടും. ഇതിന്റെ ഫിക്സഡ് എൻഡ് മൊമെന്റ് 36 ആണ്. ഇനി BCയുടെ ആയാലും 36 ആണ്. കാര്യം നമുക്ക് എല്ലാത്തിന്റെയും ലോഡ് സെയിം ആയതുകൊണ്ട്, എല്ലാത്തിന്റെ സ്പേസിങ്ങും സെയിം ആയതുകൊണ്ട് 36 എന്ന് കിട്ടി. ഇതും 36 എന്ന് കിട്ടി. ഇനി ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ABക്ക് ഇല്ല, കാര്യം ഇവിടെ നമുക്ക് ഡെഡ് ലോഡ് മാത്രമേ ഉള്ളൂ. അതേപോലെ CD-ക്കും ഇല്ല, അവിടെയും ഡെഡ് ലോഡ് മാത്രമേ ഉള്ളൂ. BC മാത്രമേ ഉള്ളൂ. BC ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ. അതുകൊണ്ട് BCയുടെ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് എന്ന് പറഞ്ഞാൽ WL²/12 തന്നെയാണ്. പക്ഷെ W നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഈ ഡെഡ് ലോഡ് എന്ന് പറഞ്ഞാൽ 12 ആണെന്ന് നമുക്കറിയാം. ലൈവ് ലോഡ് 20യും കൂടെ ഉണ്ട്, അതാണ് 12 + 20 ഇൻറ്റു ലെങ്ത് എന്ന് പറഞ്ഞാൽ 6 ആണ്. 6²/12 ദാറ്റ് ഈസ് ഈക്വൽ 96. അടുത്തതായി നമുക്ക് ഡിസൈൻ മൊമെന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഡിസൈൻ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ടത് ഇതൊരു വലിയ ടേബിൾ തന്നെ വരയ്ക്കണം. ഇതുപോലെ തന്നെ വലിയ ടേബിൾ തന്നെ വരയ്ക്കണം. കാര്യം നമുക്ക് ABCD എന്ന് പറയുന്ന ആ ഒരു ബീം സെക്ഷൻ ഉണ്ട്. നമുക്ക് BC ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പോലും. ഇനി ഈ കൊടുത്തേക്കുന്ന 0.25, 0.2, 0.2, 0.2, 0.2, 0.25 എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആണ്. നമ്മൾ കുറച്ച് മുന്നേ കണ്ടുപിടിച്ച ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിന്റെ വാല്യൂസ് ആണ്. K/σk വെച്ച് കണ്ടുപിടിച്ച ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിന്റെ വാല്യൂസ് ആണ്. ABയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.25, BAയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.2, BCയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.2, CBയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.2, CDയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറും 0.2, DCയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറും 0.25. അങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടിയത്. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യം നമ്മൾ പ്രിലിമിനറി സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അടുത്തതായി ഞാൻ എടുക്കാൻ പോകുന്നത് ഫിക്സഡ് എൻഡ് മൊമെന്റ്സിന്റെ നേരത്തെ നമ്മൾ ചെയ്ത ടേബിൾ ആണ്. കാരണം ഇതിൽ കൂടെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ താഴെ എഴുതാൻ പോകുന്നത് എല്ലാം ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് ആണ്. ABയിലെ ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് 36 ആണ്. പക്ഷെ എഴുതുന്നതിന് ഒരു രീതിയുണ്ട്. ആദ്യം മൈനസ്, രണ്ടാമത് പ്ലസ്, പിന്നെയും മൈനസ്, രണ്ടാമത് പ്ലസ്, അങ്ങനെയാണ്. അപ്പം ആദ്യം ABയിലെ ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് 36 ആണ്. അപ്പം -36, രണ്ടാമത് പോസിറ്റീവ് 36. BCയിൽ വരുന്നപ്പം 96 ആണ്. കാര്യം അവിടെ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡും കൂടെ ഉണ്ട്, അതുകൊണ്ട് 96 ആണ് വരുന്നത്. -96 + 96. CD-യിൽ വരുമ്പോഴും അതേപോലെ തന്നെ 36 ആണ് ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് എന്ന് പറയുന്നത്. അതേപോലെ -36, 36 ഈ ഒരു പാറ്റേണിലാണ് എഴുതാനുള്ളത്. ഇനി അത് റിമൂവ് ചെയ്തു. ഇനി അടുത്ത ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ -36ന്റെ കൂടെ ഈ 0.25 മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് സൈൻ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആയിട്ട് എഴുതുക, പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആയിട്ട് എഴുതുക. ഇപ്പം എനിക്ക് -9 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പം -9 നെഗറ്റീവ് ആയതുകൊണ്ട് ഞാൻ താഴെ പോസിറ്റീവ് 9 ആയിട്ട് എഴുതി. ഇനി അടുത്ത ചെയ്യേണ്ടത് ഈ 36ന്റെ കൂടെ -96 ചെയ്യുക. അപ്പം 36 - 96 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -60 ആണ്. -60 × 0.2 ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? -12 എന്ന് കിട്ടും. അപ്പോൾ -12 ആയതുകൊണ്ട് നമ്മൾ +12 എഴുതണം. അതേപോലെ ഇപ്പുറത്തെ വശത്തും 36ന്റെ കൂടെ
മൈനസ് 96 ചെയ്യുക. അപ്പോൾ 36 മൈനസ് 96 മൈനസ് 60 ഇൻറ്റു ഇവിടെയും 0.2 തന്നെയാണ്, അതും പോസിറ്റീവ് തന്നെയാണ് വരുന്നത്. ഇനി അടുത്ത ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 96 മൈനസ് 36 ആണ്. അപ്പം പോസിറ്റീവ് 60 ആണ് വരുന്നത്. പോസിറ്റീവ് 60 ഇൻറ്റു 0.2 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് 12 ആണ്. അതുകൊണ്ട് നമ്മൾ താഴെ നെഗറ്റീവ് 12 എഴുതും. അതേപോലെ തന്നെ അടുത്തത് നോക്കുമ്പോഴും 96 മൈനസ് 36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ആണ് വരുന്നത്. പോസിറ്റീവ് 60 ആണ്. പോസിറ്റീവ് 60 ഇൻറ്റു 0.2 ചെയ്യാൻ നേരത്ത് പോസിറ്റീവ് 12 ആണ് എഴുതുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ എഴുതുമ്പോൾ നെഗറ്റീവ് 12 ആയിട്ട് എഴുതും. ഇനി ഇതേപോലെ 36 ഇൻറ്റു 0.25 ചെയ്യാൻ നേരത്ത് മൈനസ് പോസിറ്റീവ് 9 ആണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നെഗറ്റീവ് 9 എഴുതും. ഇങ്ങനെയാണ് ഇതിന്റെ അറേഞ്ച്മെന്റ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 9ന്റെ ഹാഫിനെ ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഈ 9ന്റെ ഹാഫ് 4.5, ഈ 12ന്റെ ഹാഫിനെ ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഈ 12ന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 6. ഇതേപോലെ 12ന്റെ ഹാഫ് 6, ഈ മൈനസ് 12ന്റെ ഹാഫ് മൈനസ് 6, മൈനസ് 12ന്റെ ഹാഫ് മൈനസ് 6, മൈനസ് 9ന്റെ ഹാഫ് മൈനസ് 4.5. ഇവിടെ നമ്മൾ സൈൻ കൺവേർഷൻ ഒന്നും ചെയ്യുന്നില്ല. ഇനി ഇതേപോലെ പിന്നെയും നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. 6 ഇൻറ്റു 0.25 ചെയ്യുമ്പോൾ 1.5 ആണ് വരുന്നത്, പോസിറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ നെഗറ്റീവ് ആയിട്ട് എഴുതണം, മൈനസ് 1.5. ഇനി അടുത്തത് 4.5 മൈനസ് 6. 4.5 മൈനസ് 6 ചെയ്യാൻ നേരത്ത് മൈനസ് 1.5 ആണ് വരുന്നത്. മൈനസ് 1.5 ഇൻറ്റു 0.2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 0.3 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ പോസിറ്റീവ് 0.3 ആയിട്ട് എഴുതണം. അതേപോലെ അടുത്ത കോളത്തിൽ എഴുതാൻ നേരത്തും 4.5 മൈനസ് 6 എന്ന് പറയുമ്പോൾ മൈനസ് 1.5 ആണ്. മൈനസ് 1.5 ഇൻറ്റു 0.2 എന്ന് പറഞ്ഞാൽ മൈനസ് 0.3 ആണ്. അപ്പോൾ നമ്മളിവിടെ പോസിറ്റീവ് 0.3 ആയിട്ട് എഴുതും. ഇനി അടുത്ത കോളത്തിൽ 6 മൈനസ് 4.5 ആണ് കിടക്കുന്നത്. 6 മൈനസ് 4.5 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് 1.5 ആണ്. പോസിറ്റീവ് 1.5 ഇൻറ്റു 0.2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് 0.3 ആണ് ആൻസർ വരുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ നെഗറ്റീവ് 0.3. അതേപോലെ ഇവിടെയും പോസിറ്റീവ് 0.3 ആണ് ആൻസർ വരുന്നത്. അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് 0.3 ആയിട്ട് ചെയ്യും. ഇനി അടുത്ത ഇവിടെ നോക്കുമ്പോൾ മൈനസ് 6 ഇൻറ്റു 0.25 നെഗറ്റീവ് 1.5 ആണ് വരുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ പോസിറ്റീവ് 1.5 ആയിട്ട് എഴുതി. അപ്പം ഈ 2 സ്റ്റെപ്പ് ചെയ്താൽ മതി, ഒരുപാട് സ്റ്റെപ്പ് ഒന്നും ചെയ്യരുത്. നമ്മൾ ഇവിടെ 2 സ്റ്റെപ്പ് മാത്രം ഇങ്ങനെ ചെയ്താൽ മതിയാവും. ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം കൂട്ടാൻ പോവുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും കൂട്ടുകയാണ്. മൈനസ് 36 പ്ലസ് 9 പ്ലസ് 6 മൈനസ് 1.5. അതേപോലെ എല്ലാം എയുടെ താഴെയുള്ള എല്ലാം, ബിയുടെ താഴെയുള്ള എല്ലാം, സിയുടെ താഴെയുള്ള എല്ലാം, ഡിയുടെ താഴെ ഉള്ള എല്ലാത്തിനെയും ഞാൻ കൂട്ടാൻ പോവുകയാണ്. അപ്പം കൂട്ടാൻ പോകുന്ന നേരത്തെ ഞാൻ അതിനെ എൻഡ് മൊമെന്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എനിക്ക് ആദ്യം കിട്ടുന്നത് മൈനസ് 22.5 ആണ്. മൈനസ് 36 മുതൽ മൈനസ് 1.5 വരെയുള്ള സമ്മാണ് മൈനസ് 22.5. ഇനി അടുത്ത 36 മുതൽ 0.3 വരെയുള്ള വാല്യൂസിന്റെ സമ്മാണ് 52.5. അടുത്ത മൈനസ് 96 മുതൽ 0.3 വരെ വാല്യൂസിന്റെ സം എടുക്കാൻ നേരത്ത് നമുക്ക് മൈനസ് 89.7 കിട്ടും. അടുത്ത 96 മുതൽ മൈനസ് 0.3 വരെയുള്ള വാല്യൂസിന്റെ ഈ 4 വാല്യൂസിന്റെ സം എടുക്കാൻ നേരത്ത് നമുക്ക് 89.7 എന്ന് കിട്ടും. മൈനസ് 36 മുതൽ മൈനസ് 0.3 വരെയുള്ള വാല്യൂസിന്റെ സം എടുക്കാൻ നേരത്ത് 52.8. 36 മുതൽ 1.5 വരെയുള്ള വാല്യൂസിന്റെ സം എടുക്കാൻ നേരത്ത് 22.5 കിട്ടും. ഇത്രയാണ് നമുക്ക് എൻഡ് മൊമെന്റ്സ് ആയിട്ട് കിട്ടിയത്. ഇനി അടുത്ത നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഫ്രീ മൊമെന്റ്സ് ആണ്. ഫ്രീ മൊമെന്റ്സ് ആണ് നമ്മൾ ഫിഗർ വരയ്ക്കാനായിട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം. ഫ്രീ മൊമെന്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ WL²/8 ആണ്. നമുക്ക് ഇവിടെ അറിയാം AB എന്ന് പറയുന്ന ഡെഡ് ലോഡ് മാത്രമേ ഉള്ളൂ. അവിടുത്തെ ഡെഡ് ലോഡ് എന്ന് പറഞ്ഞാൽ 12 ആണ്. ഇൻറ്റു ലെങ്ത് എന്ന് പറഞ്ഞാൽ 6 ആണ്. അതിന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 54. BCയുടെ ആവശ്യം, BC ആണ് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കണം. BC മാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കണം. BCയുടെ ഡയഗ്രാം മാത്രം നമ്മൾ വരച്ചാലും മതിയാവും. അപ്പം BCയുടെ കണ്ടുപിടിക്കുന്നത് WL²/8 തന്നെയാണ്. പക്ഷേ അതിന്റെ W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 + 12 ആണ്. 20 എന്ന് പറയുന്നത് ലൈവ് ലോഡ് പ്ലസ് 12 എന്ന് പറയുന്നത് ഡെഡ് ലോഡ്. അപ്പോൾ 32 കിട്ടും. 32 ഇൻറ്റു L²/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 144. 144ന്റെ പരബോളയാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. ഇനി അടുത്തത് സിഡിയും WL²/8 തന്നെയാണ്. അതും 54 തന്നെയാണ്. AB പോലെ 54 തന്നെയാണ്. ഇനി അടുത്ത ചെയ്യാനുള്ളത് മിഡ് സ്പാൻ മൊമെന്റ് ആണ്. മിഡ് സ്പാൻ മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടിയ ഫ്രീ മൊമെന്റ്സിന്റെ കൂടെ എൻഡ് മൊമെന്റ്സിന്റെ രണ്ടും സമ്മ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2. സമ്മ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈനസ് സൈൻ ഒന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യം ഇല്ല. മൈനസ് 22 എടുക്കേണ്ട ആവശ്യമില്ല. വെറും 22 പ്ലസ് 52.5 ഡിവൈഡ് ബൈ 2. അപ്പം കിട്ടുന്ന വാല്യൂസ് ആണ് 16.35. അടുത്ത BCയുടെ മിഡ് സ്പാൻ മൊമെന്റ് കണ്ടുപിടിക്കാൻ നേരത്ത് അതേപോലെ തന്നെ ഈ
ഫ്രീ മൊമെന്റ്സ് മൈനസ് 89.7 പ്ലസ് 89.7 ഡിവൈഡ് ബൈ 2 ചെയ്യുക. അപ്പം 54.3 കിട്ടും. അതേപോലെ ഇത് ചെയ്യാൻ നേരത്ത് 54 ഡിവൈഡ് മൈനസ് 22.5 പ്ലസ് 52.8 ബൈ 2 ചെയ്യാൻ നേരത്ത് നമുക്ക് 16.35 എന്ന് കിട്ടും. ഇതുപോലുള്ള വാല്യൂസ് തന്നെ രണ്ടും ഒരേ ലോഡ് ആയതുകൊണ്ട് ഒരേ വാല്യൂസ് കിട്ടും. നമുക്ക് വേണ്ടത് ബി സി ആണ്. ബി സിയുടെ മിഡ് സ്പാൻ മൊമെന്റ് 54.3യും അതിന്റെ ഫ്രീ മൊമെന്റ്സ് 144 ആണ്. ഇനി നമുക്ക് മിഡ് സ്പാൻ മൊമെന്റ് ഇവിടെ എടുത്ത് ചെയ്താൽ മിഡ് സ്പാൻ ഈസ് 54.3 കിലോ ന്യൂട്ടൺ മീറ്റർ. അപ്പൊ ഇതാണ് ഇതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത് ബീം ബി സിയുടെ. ഇത് എങ്ങനെ വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ബി ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് ഫ്രീ മൊമെന്റ് ആയിട്ടുള്ള WL²/8 ആയ 144 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. അത് നമുക്ക് പരബോളായിട്ട് കിട്ടും. ഇനി രണ്ടാമത് വരയ്ക്കേണ്ടത് ബി സി മൈനസ് 89.7 ആണ്. അപ്പം ബിയിലെ ലെഫ്റ്റ് സൈഡാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ് വന്നാൽ മുകളിലോട്ട് പോകും. അതേപോലെ റൈറ്റ് സൈഡിൽ പോസിറ്റീവ് വന്നാലും അപ്വേർഡ് ഡയറക്ഷൻ ആണ്. അപ്പോൾ രണ്ടും അപ്വേർഡ് ഡയറക്ഷനായി. ഇത് രണ്ടും കണക്ട് ചെയ്തിട്ട് ഹാഷ് ചെയ്തിട്ട് മതി. അതാണ് നമ്മളെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാമത്തെ പ്രോബ്ലമാണ്. രണ്ടാമത്തെ പ്രോബ്ലത്തിൽ ഇൻ എ മൾട്ടി സ്റ്റോറേഡ് ഫ്രെയിം ആസ് ഷോൺ ഇൻ ഫിഗർ ആർ സ്പേസ്ഡ് 3.5 മീറ്റർ. Dead load from the slab is 3 kN per meter square and live load is 5 kN per meter square. Analyze the beam BC for the midspan for maximum negative bending moment. Self weight of 4 meter span may be taken as 4 kN per meter and 6 meter span is 5 kN per meter. Use 2 cycle method. Okay. അപ്പം ഈ നേരത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് ഈ ക്വസ്റ്റ്യനിൽ രണ്ട് രീതിയിൽ ഡിഫറൻസ് ഉണ്ട്. ഒന്നാമത്തത് ഇതിൽ സെൽഫ് വെയിറ്റ് തന്നിട്ടുണ്ട്. രണ്ടാമത് പറയുകയാണെങ്കിൽ ഇതിന്റെ മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സെൽഫ് വെയിറ്റും ഉണ്ട്, മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റും ആണ് കണ്ടുപിടിക്കുക. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതാണ് ഫിഗർ തന്നിട്ടുള്ളത്. ഇവിടെ കെ വാല്യൂസ് തന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതിൽ കൂടെ എളുപ്പമാണ്. ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് ഐ തരാതെ കെ വാല്യൂസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ആദ്യമായിട്ട് നമുക്ക് വരയ്ക്കേണ്ടത് ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം നമുക്ക് അനലൈസ് ചെയ്യേണ്ട ബി സി ആണ്. അപ്പം ബി സിയുടെ മുകളിലും താഴെയും ഫിക്സഡ് സപ്പോർട്ട് കൊടുത്തിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം കൊടുക്കാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം കൊടുത്തിട്ട് ഞാൻ അതിന്റെ UDL ഡിസ്ട്രിബ്യൂഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് വേണ്ടി ഇവിടെ ഡെഡ് ലോഡ് മാത്രമേ കൊടുക്കാവൂ. അഡ്ജസെന്റ് ആയിട്ടുള്ള രണ്ട് പോർഷനിൽ ലൈവ് ലോഡ് കൊടുത്തിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ഇവിടെ 3 മീറ്റർ ഹൈറ്റ് ഉണ്ട്, 4, 6 അതിന്റെ സ്പാനിന്റെ ലെങ്ത് ആണ് 4, 6, 4 എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ആദ്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എല്ലാ കണക്കിലെയും പോലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിന്റെ വാല്യൂസ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് നേരത്തെ വരച്ച പോലെ തന്നെ ഇതുപോലൊരു ബോക്സ് ആവശ്യമാണ്. അതിൽ ജോയിന്റ് മെമ്പർ കെ സിഗ്മ കെ ഡി എഫ് ഇസിക്കൽ കെ ബൈ സിഗ്മ കെ. ജോയിന്റ് എ ബി സി ഡി 4 ജോയിന്റ്സ് ആണ് ഇതിലും വരുന്നത്. മെമ്പർ എ ഐ എ ഇ എ ബി, ബി എ ബി ജെ ബി സി ബി എഫ്, സി ബി സി കെ സി ഡി സി ജി ഡി സി ഡി എൽ ഡി എച്ച്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതും. കെയുടെ വാല്യൂസ് എല്ലാം ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കെയുടെ വാല്യൂസ് എഴുതാം. ഐ ബൈ എൽ ചെയ്യാതെ തന്നെ, ഐ ഇവിടെ ഇല്ല, ഐ ബൈ എൽ ചെയ്യാതെ തന്നെ കെയുടെ വാല്യൂസ് ഡയറക്റ്റ് തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് കെയുടെ വാല്യൂസ് ഓരോ സ്പാനിലെയും കെയുടെ വാല്യൂസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഇതെല്ലാം കൂടെ സം ചെയ്യാൻ നേരത്ത് 7K 11K 11K 7K. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കാം. കെ ബൈ സിഗ്മ കെ. ഈ കെ എന്ന് പറഞ്ഞാൽ ആദ്യം 2K by 7K ദാറ്റ് ഈസ് ഈക്വൽ 0.85. രണ്ടാമത് 2K by 7K അതും 0.85. എ ബി യുടേത് 3K by 7K ദാറ്റ് ഈസ് 0.428. ഇങ്ങനെ എല്ലാത്തിൻ്റെയും നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അടുത്തതായിട്ട് നമുക്ക് ലോഡ് കാൽക്കുലേഷൻ ആണ് ഇവിടെയും ചെയ്യേണ്ടത്. ലോഡ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനും ഒരു വ്യത്യാസമല്ല. ലൈവ് ലോഡ് പെർ മീറ്റർ സ്ക്വയർ ഓഫ് ദ ഫ്ലോർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5 kN per meter എന്ന്. അതുകൊണ്ട് നമുക്ക് ലൈവ് ലോഡ് പെർ മീറ്റർ ഓഫ് ദ ഫ്ലോർ കണ്ടുപിടിക്കാൻ വേണ്ടി സ്പേസിംഗ് കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. സ്പേസിംഗ് ക്വസ്റ്റ്യനിൽ 3.5 ആണ്. ഒരിക്കലും ഈ 3 4 6 ഒന്നും എടുത്ത് വെക്കരുത്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സ്പേസിംഗ് ആ ഫ്രെയിമിന്റെ സ്പേസിംഗ് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ 5 × 3.5 ദാറ്റ് ഈസ് ഈക്വൽ 17.5 kN meter. അടുത്തതായി നമുക്ക് ഡെഡ് ലോഡ് ആണ് കാൽക്കുലേഷൻ. ഡെഡ് ലോഡ് കാൽക്കുലേഷൻ ചെയ്യുന്നത് ഇവിടെ ഒരു വ്യത്യാസം വരുന്നത്, ഇത് നമുക്ക് സെൽഫ് വെയിറ്റ് തന്നിട്ടുണ്ട്. സെൽഫ് വെയിറ്റ് തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് വരയ്ക്കേണ്ടതുണ്ട്. ആദ്യം ഡെഡ് ലോഡ് പെർ മീറ്റർ ഓഫ് ദ ഫ്ലോർ എ ബിയുടെ നമുക്കറിയാം 3.5 ആണ് അതിന്റെ സ്പേസിങ് ഇൻറ്റു 3 kN per meter square ആണ് അതിന്റെ അവിടുത്തെ ലോഡ് എന്ന് പറയുന്നത്. അപ്പം ഡെഡ് ലോഡ് പെർ മീറ്റർ എന്ന് പറഞ്ഞാൽ സ്പേസിംഗ് ഇൻറ്റു ലോഡ് 3 ആണ് അവിടുത്തെ ലോഡ്,
3.5 ആണ് അവിടുത്തെ സ്പേസ്. അപ്പോൾ 10.5 kN/m എന്ന് കിട്ടും. അതേപോലെ ബി സിയും സി ഡിയും സെയിം ആണ്. കാര്യം എല്ലാത്തിൻ്റെയും സ്പേസിങ്ങും കൂടെ ചേർത്താണ്, എല്ലാത്തിൻ്റെയും സ്പേസിങ് കോമൺലി ആണ് പറഞ്ഞിരിക്കുന്നത് 3.5 എന്നും, ലോഡ് കോമൺലി ആണ് പറഞ്ഞിട്ടുള്ളത് 3.5 എന്ന്, ലോഡ് കോമൺലി ആണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ സെൽഫ് വെയിറ്റ് എ ബിയുടേത് 4 എന്നും ബി സിയുടേത് 5 എന്നും സി ഡിയുടേത് 4, ഇത് ഡിഫറെൻ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ടോട്ടൽ ലോഡ് ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്താൽ മതിയാവും. 14.5 ബി സിയുടെ 15.5 സി ഡിയുടെ 14.5. അപ്പോൾ സെൽഫ് വെയിറ്റ് വരുന്ന പ്രോബ്ലംസ് നമ്മൾ ഡെഡ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലാണ് ഡെഡ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിക്സഡ് എൻഡ് മൊമെന്റ് കണ്ടുപിടിക്കണം. ഫിക്സഡ് എൻഡ് മൊമെന്റ് കണ്ടുപിടിക്കാൻ ഞാൻ ഇതേപോലൊരു ടേബിൾ വരച്ചു. സ്പാന്, ഡെഡ് ലോഡ്, ഫിക്സഡ് എൻഡ് മൊമെന്റ്സ്, ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ്, ഫിക്സഡ് എൻഡ് മൊമെന്റ്സ്. ഇപ്പോൾ രണ്ട് സ്ഥലത്തും ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് വരുന്നുണ്ട്, ഒരു സ്ഥലത്ത് ഡെഡ് ലോഡ് മാത്രമേ വരുന്നുള്ളൂ. അടുത്തതായി നമുക്ക് എ ബിയുടെ ഡെഡ് ലോഡ് കണ്ടുപിടിക്കാം. എ ബിയുടെ ഡെഡ് ലോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ WL²/12 ആണ്. നമ്മൾ W നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് 14.5. അതിന്റെ L² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന സ്പാൻ ആണ്, 4 മീറ്റർ ആണ്. സ്ക്വയർ ഡിവൈഡഡ് ബൈ 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 19.33 എന്ന് കിട്ടും. അതേപോലെ തന്നെ ബി സിയുടെ വരാൻ നേരത്ത് നമുക്ക് ലോഡ് വരുന്നത് 15.5 ആണ്. കാര്യം ഓരോ സ്പാനിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൽഫ് വെയിറ്റ് ആയതുകൊണ്ട് നേരത്തെ പോലെ സെയിം ആയിട്ട് വരത്തില്ല. അവിടുത്തെ W എന്ന് പറഞ്ഞാൽ 15.5 ആണ്. ഇൻറ്റു അതിൻ്റെ സ്പാൻ എന്ന് പറഞ്ഞാൽ 6² ഡിവൈഡ് ബൈ 12 ചെയ്യാൻ നേരത്ത് 46.5 എന്ന് കിട്ടും. സി ഡിയുടെ പക്ഷേ സെയിം ആയിരിക്കും. കാര്യം എ ബി സി ബിയും ഒരേ സ്പാനും ഒരേ ലോഡും ആയതുകൊണ്ട് അതിൻ്റെ സെയിം ആയിരിക്കും, 19.33 എന്ന് കിട്ടും. WL²/12 തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇനി അടുത്ത ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ്, ഫിക്സഡ് എൻഡ് മൊമെന്റ്. നമുക്ക് ഫിഗർ നോക്കിയാൽ മനസ്സിലാവും മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് ആയതുകൊണ്ട് ലൈവ് ലോഡ് അഡ്ജസന്റ് ആയിട്ടാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ബി സിയുടെ സ്പാനിൽ ഈ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ഫിക്സഡ് എൻഡ് മൊമെന്റ് വരത്തില്ല, അവിടെ ലൈവ് ലോഡ് ഇല്ല. ലൈവ് ലോഡ് ഉള്ളത് എ ബിയിലും സി ഡിയിലും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം, ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ WL²/12 തന്നെയാണ്. പക്ഷേ W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 17.5 എന്ന് പറഞ്ഞാൽ ലൈവ് ലോഡ് പ്ലസ് 14.5 ഡെഡ് ലോഡും കൂടെ അവിടെ ആഡ് ചെയ്യും, ഇൻറ്റു L² ഡിവൈഡ് ബൈ 12 ദാറ്റ് ഈസ് 42.6. അതുപോലെ തന്നെയായിരിക്കും സി ഡിയിലെയും 17.5 ലൈവ് ലോഡ് പ്ലസ് 14.5 ഡെഡ് ലോഡ് ഇൻറ്റു L² എന്ന് പറഞ്ഞാൽ 4² ഡിവൈഡ് ബൈ 12 ദാറ്റ് ഈസ് ഈക്വൽ 42.66. ബി സിയുടെ 46.5 മാത്രമേ ഇവിടെ, ഡെഡ് ലോഡ് മാത്രമേ ഇവിടെ ഉള്ളൂ, ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ഇല്ല. ഇനി നമുക്ക് ഡിസൈൻ മൊമെന്റിലേക്ക് പോകാം. ഡിസൈൻ മൊമെന്റിലേക്ക് പോകുന്ന നേരത്തെ പോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ടേബിൾ ആണ് ആവശ്യം. ഈ 0.42, 0.27, 0.36, 0.36, 0.27, 0.42 എന്ന് പറയുന്നതെല്ലാം നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സിന്റെ വാല്യൂ ആണ്. എ ബിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിന്റെ വാല്യൂ 0.42, ബി എയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിന്റെ വാല്യൂ 0.27, ബി സിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിന്റെ വാല്യൂ 0.36, സി ബിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിന്റെ വാല്യൂ 0.36, സി ഡിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിന്റെ വാല്യൂ 0.27, ഡി സിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിന്റെ വാല്യൂ 0.42. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മളെ മൊമെന്റ്സ് ആയിട്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഓരോ സ്പാനിലെയും മൊമെന്റ്സ് കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. എ ബിയുടെ മൊമെന്റ് എന്ന് പറഞ്ഞാൽ 42.6 ആണ്. ആദ്യം നെഗറ്റീവ്, രണ്ടാമത് പോസിറ്റീവ്, അങ്ങനെ ചെയ്താൽ ഫസ്റ്റ് നെഗറ്റീവ് 42.66, പിന്നെ പോസിറ്റീവ് 42.6. ബി സിയിൽ നമുക്കറിയാം 46.5 ആണ്. ആദ്യം നെഗറ്റീവ് 46.5, പിന്നെ പോസിറ്റീവ് 46.5. സി ഡിയിൽ നമുക്കറിയാം 42.66 ആണ്. ആദ്യം നെഗറ്റീവ് 42.6, രണ്ടാമത് പോസിറ്റീവ് 42.66. ഇനി നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. -42.66 ഇൻറ്റു 0.428 എന്ന് പറയുന്നത് നെഗറ്റീവ് 18.25 ആണ്. നെഗറ്റീവ് ആയതുകൊണ്ട് ഞാൻ താഴെ പോസിറ്റീവായിട്ട് എഴുതുന്നു. ഇനി ഇത് 42.66 മൈനസ് 46.5 ചെയ്തിട്ട് ഇൻറ്റു 0.27 ചെയ്യാൻ നേരത്ത് നമുക്ക് നെഗറ്റീവ് 1.04 ആണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ താഴെ എഴുതാൻ നേരത്ത് പോസിറ്റീവ് 1.04 എഴുതും. അതേപോലെ ഇവിടെയും 42.66 മൈനസ് 46.5 കിട്ടാൻ നേരത്ത് നമുക്കൊരു നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്. ഇൻറ്റു 0.36 ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്. നമ്മൾ എഴുതാൻ നേരത്ത് പോസിറ്റീവ് 1.39 എന്ന് എഴുതണം. ഇനി അടുത്ത് നമുക്ക് നോക്കാൻ നേരത്ത് 46.5 മൈനസ് 42.6 ഇൻറ്റു 0.36 പോസിറ്റീവ് 1.39 ആണ് വരുന്നത്. അപ്പം നമുക്ക് താഴെ എഴുതാൻ നേരത്ത് നെഗറ്റീവ് 1.39 എഴുതണം. അതേപോലെ എല്ലാം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുകയാണ്. നേരത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഈ 18.25ന്റെ ഹാഫ് ഇതിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതിന്റെ ഹാഫ് 9.12. അതേപോലെ 1.04ന്റെ ഹാഫ് എയിലോട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് 0.52. 1.39ന്റെ ഹാഫ്
0.69 ഇവിടെ എഴുതി, -1.39ന്റെ ഹാഫ് -0.69 ഇവിടെ എഴുതി, -1.04ന്റെ ഹാഫ് -0.52, -18.25ന്റെ ഹാഫ് -9.12 ഇവിടെ എഴുതി. ഇനി സെയിം സ്റ്റെപ്പ് നമ്മൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. 0.52 × 0.428 ഒരു പോസിറ്റീവ് വാല്യൂ ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. പക്ഷേ ഇവിടെ എഴുതാൻ നേരത്ത് -0.224 എന്ന് എഴുതണം. അതേപോലെ 9.12 -0.69 × 0.27 നമുക്ക് +2.29 ആണ് കിട്ടുന്നത്. പക്ഷെ എഴുതാൻ നേരത്ത് -2.29 കിട്ടണം. ഇനി അടുത്തത് 9.12 -0.69 × 0.36 ചെയ്യാൻ നേരത്ത് പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. പക്ഷേ നമുക്ക് നെഗറ്റീവ് വാല്യൂ -3.06 എഴുതാം. അതേപോലെ 0.69 -0.12 × 0.36 ആക്ച്വൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആണ്. പക്ഷെ നമ്മൾ എഴുതാൻ നേരത്ത് പോസിറ്റീവ് 3.06 എന്ന് എഴുതണം. അതേപോലെ എല്ലാം എഴുതണം. നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ പോസിറ്റീവായിട്ട് എഴുതുക, പോസിറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ നെഗറ്റീവായിട്ട് എഴുതുക. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് മൊമെന്റ്സ് കണ്ടുപിടിക്കണം. എൻഡ് മൊമെന്റ്സ് -42.6 മുതൽ -0.224 വരെയുള്ള ലോഡ്സ് ഇതേപോലെയുള്ള എല്ലാത്തിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഞാൻ -42.66 മുതൽ -0.224 വരെയുള്ള ലോഡ്സ് എല്ലാം ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് -24.02 ആണ്. അടുത്ത 42.66 മുതൽ -2.29 വരെയുള്ള ലോഡ് ആഡ് ചെയ്യാൻ നേരത്ത് 50.6. അതേപോലെ എല്ലാം ആഡ് ചെയ്യാൻ നേരത്ത് ഇതുപോലുള്ള വാല്യൂസ് നമുക്ക് കിട്ടും. ഇനി നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഫ്രീ മൊമെന്റ്സ് ആണ്. ഫ്രീ മൊമെന്റ്സിന്റെ ഇക്വേഷൻ WL²/8 ആണ്. നമുക്ക് ഡയഗ്രാം വരയ്ക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ ഫ്രീ മൊമെന്റ്സ് എന്ന് പറയുന്നത്. WL²/8. W നമുക്കറിയാം 42.6 ആണ് ഇതിന്റെ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് വരുന്നത്. ഇൻറ്റു L² എന്ന് പറഞ്ഞാൽ 4² / 8 ദാറ്റ് ഈസ് 85.3. ഇവിടെ ഡെഡ് ലോഡ് മാത്രമേ വരുന്നുള്ളൂ. നമ്മുടെ WL²/8 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡെഡ് ലോഡ് എന്ന് പറഞ്ഞാൽ 46.5 ആണ്. ഇൻറ്റു L² എന്ന് പറഞ്ഞാൽ 6² / 8 = 209.6 kN എന്ന് കിട്ടും. ഇനി അടുത്ത നമുക്ക് CD-യിലെ AB-യുടെയും സെയിം ആണ്, നമുക്കറിയാം 85.3. ഇനി അടുത്തത് മിഡ് സ്പാൻ മൊമെന്റ് കണ്ടുപിടിക്കാനുള്ളത് ഇപ്പം കിട്ടിയ ഫ്രീ മൊമെന്റ്സിന്റെ കൂടെ മൈനസ് എൻഡ് മൊമെന്റ് രണ്ടും കൂടെ സമ്മ് ചെയ്തിട്ട് /2. സമ്മ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നെഗറ്റീവ് സൈഡ് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല, രണ്ടും പോസിറ്റീവായിട്ട് എടുത്താൽ മതി. 85.3 - 24.02 + 50.6 /2 നമുക്ക് കിട്ടാൻ നേരത്ത് 5.31. അതേപോലെ സെയിം ആസ് ഇത് ചെയ്യാൻ നേരത്ത് നമുക്ക് എല്ലാത്തിൻ്റെയും മിഡ് സ്പാൻ മൊമെന്റ് കിട്ടും. മിഡ് സ്പാൻ മൊമെന്റ് വെച്ച് നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാവുന്നതാണ്. BC-യിലാണെങ്കിൽ BC-യിലെ ഓരോ ഡയഗ്രാം നമുക്ക് വരയ്ക്കാം. നേരത്തെ പോലെ നിങ്ങൾക്ക് വരച്ച് നോക്കാവുന്നതാണ്. നമുക്ക് നമ്മുടെ ടോപ്പിക് 2 ക്വസ്റ്റ്യനും ഇതോടെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഈസ് ഷാന സൈനിങ് ഔട്ട് ഫ്രം സെന്റർ ഫോർ എഞ്ചിനീയറിംഗ്.